ലൂസിഫർ ഫ്രാഞ്ചൈസിയിലെ രണ്ടാം ചിത്രം എമ്പുരാൻ ആഗോള വ്യാപകമായി വൻ വാണിജ്യ വിജയം നേടിക്കൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ വൻ വിവാദങ്ങളിലേക്കും വഴിവെച്ചിരിക്കുകയാണ്. മാർച്ച് 27 പുറത്തിറങ്ങിയ ചിത്രത്തിലെ ചില രംഗങ്ങൾ വൻ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രധാന വെല്ലുവിളിയായി ഇന്ത്യയിലെ കക്ഷിരാഷ്ട്രീയം മാറുന്നതിൻ്റെ പുതിയ ഉദാഹരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എമ്പുരാൻ. മുൻപ് കമലഹാസൻ ചിത്രം വിശ്വരൂപത്തിനും ഇതേ വെല്ലുവിളി നേരിടേണ്ടി വന്നിരുന്നു. വിശ്വരൂപം പോലെ തന്നെ റീസെൻസറിങ്ങിന് വിധേയമായി ചില കട്ടിങ്ങുകളോടുകൂടി ചിത്രം പുറത്തിറങ്ങുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. എമ്പുരാൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോ കാണുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എബ്രഹാം ഖുറേഷിയുടെ വലം കൈയായ സയ്യിദ് മസൂദിൻ്റെ കുട്ടിക്കാലത്ത് നിന്നുമാണ് ചിത്രത്തിൻ്റെ കഥ തുടങ്ങുന്നത്. ഇപ്പോഴത്തെ വിവാദത്തിന് കാരണമായ സംഭവങ്ങൾ കാണിച്ചുകൊണ്ട് ചിത്രം പ്രസന്റ് കാലത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. നിലവിലുള്ള കേരള രാഷ്ട്രീയ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നതിനോടൊപ്പം തന്നെ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കേരള രാഷ്ട്രീയത്തിൽ നേതാക്കൾക്കും വന്ന മാറ്റങ്ങളെല്ലാം വ്യക്തമാക്കി തരുന്നുണ്ട്. തുടർന്ന് എബ്രഹാം ഖുറേഷിയുടെ ഇൻട്രോയും ഖുറേഷിയുടെ സ്റ്റോറിയുമായി ഒന്നാം പകുതി അവസാനിക്കുന്നു. രണ്ടാം പകുതിയിൽ ഖുറേഷിയിൽ നിന്നും സ്റ്റീഫൻ നെടുമ്പള്ളിയിലേക്കുള്ള ചെറിയൊരു പറിച്ചുനടലാണ്. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ദൗത്യത്തിന് ശേഷം ചിത്രം വീണ്ടും തുടങ്ങിയെടുത്തു തന്നെ തിരിച്ചെത്തുന്നു. തുടർന്ന് മൂന്നാം ഭാഗത്തിലേക്കുള്ള ചില ഹിന്റുകൾ തന്നാണ് ചിത്രം അവസാനിക്കുന്നത്. ചിത്രത്തിൻ്റെ പോസിറ്റീവ് വശങ്ങൾ എടുത്തു നോക്കിയാൽ ഒന്നാമത്തെ പോസിറ്റീവ് പൃഥ്വിരാജ് കുമാറിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ തന്നെയാണ്. ആദ്യ പകുതി എക്സ്പെഷ്യലി ആദ്യത്തെ അരമണിക്കൂർ മലയാള സിനിമ ഇതുവരെ കാണാത്ത വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നെന്ന് നിസ്സംശയം പറയാം. ഹോളിവുഡ് ടച്ച് ഫ്രെയിമുകൾ കൊണ്ടും ഷോട്ട്സുകൾ കൊണ്ടും സമ്പന്നമായിരുന്നു ഫസ്റ്റ് ഹാഫ്. ചിത്രത്തിൻ്റെ മറ്റൊരു പോസിറ്റീവ് സിനിമോട്ടോഗ്രഫിയാണ്. തിരക്കഥ ഡിമാൻഡ് ചെയ്യുന്ന ഇൻ്റർനാഷണൽ ക്വാളിറ്റി സിനിമോട്ടോഗ്രഫിയിൽ കൊണ്ടുവരാൻ സുജിത് വാസുദേവിന് സാധിച്ചിട്ടുണ്ട്. ഗംഭീരമായ സിനിമോട്ടോഗ്രഫി തന്നെയായിരുന്നു ചിത്രത്തിൻ്റേത്. മറ്റൊരു പോസിറ്റീവ് പെർഫോമൻസുകളാണ്. മോഹൻലാൽ, മഞ്ജു വാര്യർ, പൃഥ്വിരാജ്, ടോവിനോ, ബൈജു, സുരാജ് വെഞ്ഞാറമൂട്, ഇന്ദ്രജിത്ത് തുടങ്ങിയവരെല്ലാം കഥാപാത്രങ്ങൾ മികച്ചതാക്കിയിട്ടുണ്ട്. നെഗറ്റീവുകളിലേക്ക് വന്നാൽ പ്രധാനമായും പറയാനുള്ളത് സ്ട്രോങ് അല്ലാത്ത സ്ക്രിപ്റ്റ് തന്നെയാണ്. ലൂസിഫർ കണ്ടിറങ്ങിയ പ്രേക്ഷകർ രണ്ടാം ഭാഗത്തിൽ എന്താണോ കാണാൻ ആഗ്രഹിച്ചത് അതേ ചിത്രത്തിലുണ്ടായിരുന്നില്ല. ലൂസിഫർ അവസാനിക്കുമ്പോൾ കാണിക്കുന്ന എബ്രഹാം ഖുറേഷിയുടെ വേൾഡ്, ഇത്രയും കാലം സ്റ്റീഫൻ നെടുമ്പള്ളി എവിടെയായിരുന്നു, സ്റ്റീഫൻ നെടുമ്പള്ളി എബ്രഹാം ഖുറേഷി ആയതെങ്ങനെയെന്നതിനൊക്കെയുള്ള ഉത്തരത്തിന് മൂന്നാം ഭാഗം വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. എബ്രഹാം ഖുറേഷിയുടെ വേൾഡ് കാണാനിരുന്നവർക്ക് മുമ്പിൽ സയ്യിദ് മസൂദിൻ്റെ കഥയാണ് കാണിച്ചു തരുന്നത്. ഖുറേഷിയുടെ വലം കൈയായ സയ്യിദ് മസൂദിൻ്റെ സ്റ്റോറിക്ക് ഈ കഥയിൽ എന്ത് പ്രാധാന്യമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, ലൂസിഫറിൽ ഓരോ കഥാപാത്രങ്ങൾക്കും ഉണ്ടായിരുന്ന ഇൻറ്റൻസിറ്റി എമ്പുരാനിലേക്ക് എത്തുമ്പോൾ കൈമോശം വന്നതായി കാണാം. പെർഫോമൻസുകൾ കൊള്ളാമായിരുന്നെങ്കിലും മോഹൻലാൽ അടക്കമുള്ള കഥാപാത്രങ്ങൾ ഈ ഒരു കുറവ് ചിത്രത്തിലുടനീളം അനുഭവപ്പെടുന്നുണ്ട്. കുറച്ചെങ്കിലും നല്ല രീതിയിൽ ബിൽഡ് ചെയ്തെടുത്ത കഥാപാത്രം മഞ്ജു വാര്യരുടെ പ്രിയദർശിനി രാംദാസ് ആയിരുന്നു. മ്യൂസിക് അത്രത്തോളം ഇമ്പാക്റ്റ് തോന്നിയില്ല. ഗാനങ്ങളായാലും പശ്ചാത്തല സംഗീതവും ഒരു ശരാശരി ഇമ്പാക്റ്റിന് അപ്പുറത്തേക്ക് കൊണ്ടുവരാൻ ദീപക് ദേവിന് സാധിച്ചതായി തോന്നിയില്ല. അതിൽ പ്രധാനമായും മോഹൻലാലിൻ്റെ ഇൻട്രോ സീൻ മികച്ച പിക്ചറൈസേഷനായിട്ട് കൂടി മികച്ച BGMൻ്റെ അഭാവം നല്ല രീതിയിൽ അനുഭവപ്പെട്ടു. ഉദാഹരണമായി എടുത്തുള്ള സാഗറിലെ സ്റ്റാക്കി എന്ന ചിത്രത്തിൽ മോഹൻലാലിൻ്റെ ഇൻട്രൊഡക്ഷൻ സീനിൽ ഗോപി സുന്ദറിൻ്റെ കോൺട്രിബ്യൂഷൻ ആ സീനിന് മൊത്തത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നത് നമുക്കറിയാവുന്നതാണ്. സമീപകാലത്ത് ഇറങ്ങിയ പാൻ ഇന്ത്യൻ ചിത്രങ്ങളിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ കണ്ടതുമാണ്. അത്തരത്തിലൊരു ഫീൽ ഉണ്ടാക്കാൻ ചിത്രത്തിലെ മ്യൂസിക്കിന് കഴിയാത്ത പോലെയാണ് തോന്നിയത്. ഒന്നാം പകുതി അവസാനിക്കും വരെ ചിത്രം കൊണ്ടുപോകുന്ന ഒരു ഇൻ്റർനാഷണൽ ടച്ച് ഉണ്ട്. പക്ഷേ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ സിനിമ പെട്ടെന്ന് തന്നെ ഒരു നോർമൽ സൗത്ത് ഇന്ത്യൻ ചിത്രത്തിലേക്കുള്ള ജോണർ മാറ്റം അനുഭവപ്പെട്ടു. അവിടെയെല്ലാം ചിത്രത്തിൻ്റെ ക്വാളിറ്റി ചെറുതായി കുറഞ്ഞതായി തോന്നിയെങ്കിലും ഒരു ശരാശരി പ്രേക്ഷകർക്ക് കൈയടിക്കാനുള്ള വകയുണ്ടായി എന്നത് മറ്റൊരു കാര്യം. രണ്ടാം പകുതിയിലേക്ക് എത്തുമ്പോൾ സംഭാഷണങ്ങളിലും നാടകീയത മുഴച്ചു നിന്നതായി തോന്നി. ചിത്രത്തിൻ്റെ ഡ്യൂറേഷൻ ഒരു വിഭാഗം പ്രേക്ഷകർക്ക് കല്ലുകടിയായി തോന്നിയേക്കാം. നായകൻ്റെ ഇൻട്രോ സീനിന് തന്നെ ഒരുപാട് നേരം കാത്തു നിൽക്കേണ്ട അവസ്ഥയായിരുന്നു. ആക്ഷൻ രംഗങ്ങൾ അത്രത്തോളം മികച്ചതായി തോന്നിയില്ല. ലൂസിഫറിലെ ആക്ഷൻ സീൻ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ലൂസിഫറിലോളം ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ ആക്ഷൻ സീനുകൾക്കും കഴിഞ്ഞിട്ടില്ല. ക്ലൈമാക്സ് ഫൈറ്റെല്ലാം നമ്മൾ കണ്ടു മറന്ന പല ചിത്രങ്ങളിലെയും ആക്ഷൻ സീനുകൾ ഓർമ്മിപ്പിക്കുന്നവയായിരുന്നു. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെയെല്ലാം നല്ല രീതിയിൽ വിമർശിക്കുന്നുണ്ട് എമ്പുരാൻ. ഭരണപക്ഷവും പ്രതിപക്ഷവും കേന്ദ്രം ഭരിക്കുന്നവരെല്ലാം കഥാപാത്രമാകുന്നുണ്ട് ചിത്രത്തിൽ. ലൂസിഫറിലേതുപോലെ തന്നെ ഇലുമിനാറ്റി റെഫറൻസുകളെല്ലാം എമ്പുരാനിലും കാണാം. ഖുറേഷി ഭരിക്കുന്ന രഹസ്യ സംഘടനയുടെ കാണാക്കഥകൾക്ക് മൂന്നാം ഭാഗം വരെ കാത്തിരിക്കേണ്ടി വരും. വിവേക് ഒബ്രയെ പോലെ ശക്തനായൊരു വില്ലനില്ലാത്തതും ചിത്രത്തിലെ ഒരു പ്രധാന പോരായ്മയായി തോന്നി. ഡ്രാഗൺ ഡ്രസ് അണിഞ്ഞ റിക്കി യൂണിനും വേണ്ടത്ര സ്വീകാര്യത തിയേറ്ററിൽ ലഭിച്ചില്ല. അതിൻ്റെ പ്രധാന കാരണം മാസങ്ങളായി സോഷ്യൽ മീഡിയയിൽ അത്രത്തോളം ബിൽഡ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കഥാപാത്രം എന്ന നിലയ്ക്ക് പോപ്പുലറായ ഒരു ഇന്ത്യൻ ആക്ടറാണ് ഈ കഥാപാത്രമായിരുന്നെങ്കിൽ കൂടുതൽ ഗംഭീരമാകാനുള്ള സാധ്യത ഉണ്ടാകുമായിരുന്നു.
പക്ഷേ റിക്ക് യൂണിൻ്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരു മെജോറിറ്റി ഓഡിയൻസിന് ഫെമിലിയർ ആയിട്ട് മുഖമല്ല എന്ന് തന്നെയാണ് പ്രധാന പ്രശ്നം. ചിത്രത്തിൻ്റെ ഇത്തരം പാഴ്ചകൾ പൃഥ്വിരാജ് എന്ന ഡയറക്ടറുടെ മേക്കിംഗ് മികവ് കൊണ്ട് മാത്രം ഓവർകം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു പരിധിവരെ. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തുന്നുമുണ്ട് എമ്പുരാൻ. വൈഡ് ക്യാൻവാസിൽ കഥ പറയുന്ന തിയേറ്റർ വാച്ചബിളായ ഒരു വാച്ചബിൾ സിനിമയായി മാത്രമാണ് ചിത്രം പേഴ്സണലി അനുഭവപ്പെട്ടത്. ചിത്രം കണ്ടവർ ചിത്രത്തിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.